പറഞ്ഞോളാം. എന്റെ കൂടെയുള്ള സെലിബ്രിറ്റി എന്ന് പറഞ്ഞാൽ ജമുന പ്യാരി എന്നുള്ള ഒരൊറ്റ സിനിമ കൊണ്ട് മലയാളി പ്രേക്ഷകരുടെ ഉള്ളിൽ ഒരു സ്ഥാനം പിടിച്ച ഒരു നടിയാണ് ഗായത്രി സുരേഷ്. ഹായ് ഹായ്. കഷ്ടപ്പെട്ടത് വെറുതെ. ഇപ്പൊ ഒന്ന് കയറി കല്യാണവും ഉണ്ടോ ബക്കറ്റ് ലിസ്റ്റിൽ? ഇങ്ങനെ ഓടിച്ചാടിയാണെന്ന് കാലം കഴിച്ചാ മതിയാ, ഒരു കല്യാണമൊക്കെ കഴിക്കണ്ടേ? കല്യാണം ബക്കറ്റ് ലിസ്റ്റില് അങ്ങനെയൊന്നുമില്ല. അപ്പൊ അതിനൊരു തീരുമാനമായി. ലവിലുള്ള വിശ്വാസം പോയോ? അതല്ല, നമുക്ക് കല്യാണം കഴിക്കണം തന്നെ ഇല്ലല്ലോ. ഓ അങ്ങനെ. ഓ യാ. ഒരുപാട് പേര് അങ്ങനെ ഓപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ മാരേജ് അല്ലാത്ത ഒരു വേറെ എന്തെങ്കിലും? ഇട ഈ പൂമ്പാറ്റ പല പല പൂക്കളിലിരുന്ന് തേൻ കുടിക്കുന്ന കണ്ടിട്ടില്ല? തേൻ കുടിക്കുന്നു, പറക്കുന്നു, പരാഗണം. തേൻ കുടിക്കുന്നു, പറക്കുന്നു, അങ്ങനെ പറന്ന് 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 ഒരു പൂമ്പാറ്റ ജീവിതം. ഏതെങ്കിലും വേറെ ഏതെങ്കിലും ഒരു ലാംഗ്വേജ് ട്രൈ ഔട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് ഏതായിരിക്കും? എല്ലാം എനിക്ക് ഹോളിവുഡ് വരെ ട്രൈ ഔട്ട് ചെയ്യണം. അയ്യോ അത് കുറഞ്ഞു പോയല്ലോ. നിന്റെ കൂടുതൽ അഭിനയം ആ നാട്ടുകവിടാന്നുള്ള പടത്തെ ഞാൻ കണ്ടു. ഭയങ്കര കോൺട്രവേഴ്സ്യൽ ആയിരുന്ന ഒരു സംഭവമായിരുന്നു പ്രണവ് മോഹൻലാൽ. ചേച്ചിയുടെ ക്രഷ്. നമ്മൾ നേരത്തെ ലവിനെ പറ്റി പറഞ്ഞില്ലായിരുന്നോ? ആ ക്രഷ് ഇപ്പോഴും ഉണ്ടോ? ഇല്ല. ഈട പ്രേമം എന്ന് പറഞ്ഞാൽ അങ്ങനെ സീരിയസ് ആയ ഒന്നിലും നമ്മളെ ഒന്നും പെടില്ലല്ലോ അല്ലേ? അതേ പെണ്ണായാൽ നാണം വേണം. ഇപ്പൊ റീസെന്റ് ചേച്ചിയുടെ ക്രഷ് ഇല്ല? ഇപ്പൊ റീസെന്റ് ഒരു ക്രഷും ഇല്ല. അയ്യോ പാവം. എന്റെ ദൈവമേ, എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും സന്തോഷമായല്ലോ. എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും